എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇവാൻസ് ടെക് ട്രാവൽ വോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത് ഇംഗ്ലണ്ടിലെ അതിമനോഹരമായ ഒരു കൊച്ചു നഗരം യോർക്ക് സിറ്റിയിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. യോർക്ക് സിറ്റിക്ക് അതോടെ നമ്മൾ കിടക്കുമ്പോൾ അവിടെ പാർക്കിംഗ് സ്പേസ് കിട്ടാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അങ്ങനെ നമ്മളവിടെ ഒരു സർവീസ് യൂസ് ചെയ്തു, അഷ്കാം ബാർ പാർക്ക് ആൻഡ് റൈഡ് സർവീസ്. നമുക്ക് 1 ഡേയിലേക്ക് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനും പറ്റും. നമുക്ക് അവരോട് നിന്നൊരു ബസ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടൗണിലേക്ക് പോകാൻ റൗണ്ട് ട്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി രാത്രി 8 മണി വരെ പാർക്ക് ചെയ്യാനും ആ സർവീസ് യൂസ് ചെയ്യാനും പറ്റും. ഒരു റെക്കമെൻഡഡ് സർവീസാണ് അഷ്കാം ബാർ പാർക്ക് ആൻഡ് റൈഡ് സർവീസ്. സർവീസിൻ്റെ ബസ് കൊണ്ട് നമ്മൾ നിർത്തുന്നത് ക്ലിഫോർഡ് ടവർ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ്. അതാണ് ഒരു മെയിൻ അട്രാക്ഷൻ പോയിൻ്റാണ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ക്ലിഫോർഡ് ടവേഴ്സ്, കത്തീഡ്രലൊക്കെയാണ്. മ്യൂസിയമുണ്ട്. ഫസ്റ്റ് ഞങ്ങളിപ്പം വ്യൂ ചെയ്യുന്നതാണ് ക്ലിഫോർഡ് ടവർ. വളരെ ഫേമസ് ആയ ടവറാണ്. വളരെയധികം ആൾക്കാർ പല സ്ഥലത്തു നിന്നായിട്ട് അവിടെ വന്നത് വിസിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നല്ല പടവുകളൊക്കെ കയറി വേണം അതിനകത്തോട്ട് പോകാൻ. നല്ലൊരു വ്യൂ ആണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ക്ലിഫോർഡ് ടവർ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് മ്യൂസിയവും കാണാൻ പറ്റും. പഴയകാല പട്ടാളക്കാരുടെ വസ്ത്രങ്ങളും അതുപോലെ തന്നെ പഴയകാല വണ്ടികളുമൊക്കെ ഇതിനകത്ത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വെളിയിലായിട്ട് ചെറിയൊരു പാർക്കിംഗ് സ്പേസും അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ടൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ സിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 1 ഡേ ട്രിപ്പാണ് ഞങ്ങൾ യോർക്ക് സിറ്റി ഉദ്ദേശിച്ചത്. ഞങ്ങൾക്ക് തിരിച്ച് പോർട്സ്മൗത്തിലേക്ക് പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ സമയം കളയാതെ യോർക്ക് മ്യൂസിയം ലക്ഷ്യമാക്കി നടന്നു. യോർക്ക് മ്യൂസിയത്തിൽ കയറുന്നതിന് മുമ്പ് ചെറിയൊരു ഷോപ്പിങ്ങും സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. 17 പൗണ്ടാണ് അവർ മേടിക്കുന്നത് അഡൽട്സ് പെർ ഹെഡിന്. അങ്ങനെ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ കടന്നു. മ്യൂസിയത്തിനകത്ത് ചെല്ലുമ്പോൾ തുടക്കത്തിൽ തന്നെ നമുക്ക് പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ, പഴയകാല വണ്ടികൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിയത്തിനകത്തെ കാഴ്ചകളാണ്. കുറേ വെറൈറ്റി കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പഴയകാല വാഹനങ്ങളും പട്ടാളക്കാരുടെ വസ്ത്രങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ട്രെയിനിൻ്റെ ഡെമോ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്ലാറ്റൂൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അവരൊരു ഡിസ്പ്ലേ ആണെന്ന് തോന്നുന്നു ബാക്ക് എൻഡിൽ ഓടുന്നത്. പക്ഷെ നമുക്ക് ഒരു ചെറിയ ഫീൽ കിട്ടും. ട്രെയിനിലിരിക്കുന്ന പോലത്തെ ഒരു ചെറിയൊരു ഫീലിങ്സ് കിട്ടുന്നുണ്ട്.
ഇവിടെയാണ് പഴയകാല പ്രിസണിൻ്റെ മോഡൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രിസൺ എങ്ങനെയായിരുന്നു അവിടുത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് അവർ റീക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് സിറ്റിയിലോട്ട് ഇറങ്ങിയാണ്. സിറ്റി കാണാൻ വേണ്ടി കത്തീഡ്രലിനെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുകയാണ്. വളരെ മനോഹരമായ ടൗണാണ്. ഒരു മിനി സ്കോട്ട്ലൻഡ് ലുക്കാണ് നമുക്ക് യോർക്ക് പ്രദാനം ചെയ്യുന്നത്. ഞാൻ ഇവാൻകുട്ടനെയുമായി ട്രോളിയുമായി നടക്കുകയാണ്. ഫൈനലി ഞങ്ങൾ നടന്ന് ഞങ്ങൾ കത്തീഡ്രൽ അടുത്തേക്ക് എത്തുകയാണ്. വളരെ ഞങ്ങൾ നടന്ന് കത്തീഡ്രൽ എത്തിയിരിക്കുകയാണ്. ഇതിനെ സെൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രൽ അല്ലെങ്കിൽ കത്തീഡ്രൽ ആൻഡ് മെട്രോപൊളിറ്റൻ ചർച്ച് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. വളരെ പഴകിയ ഒരു കത്തീഡ്രലാണ്. വളരെയധികം ആൾക്കാർ ഈ കത്തീഡ്രൽ കാണാൻ വരുന്നുണ്ട്. ഒരു മിനി സ്കോട്ട്ലൻഡ് ലുക്ക് തന്നെയാണ്. നല്ല ആർക്കിടെക്ചറൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന നല്ലൊരു ദേവാലയമാണ്. ഞങ്ങൾ ഇത് കാണാൻ പറ്റിയത് ഞങ്ങളുടെ ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് തിരിച്ച് പോർട്സ്മൗത്ത് വരെ യാത്ര ചെയ്തതിനാൽ അറൗണ്ട് 5 hours ജേർണി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ തിരികെ ഒരു ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ കൂടെ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.